ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എല്ലാവരോടും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയട്ടെ കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ല സന്തോഷം, എന്ന് സന്തോഷം ഉണ്ടാവട്ടെ, എന്നാലും സ്പെഷ്യലി എല്ലാ സന്തോഷവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയൽ പരമ്പരയിലെ രണ്ടാമത്തെ എപ്പിസോഡാണിന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടാലോ. അങ്ങനെ നമ്മുടെ ക്ഷേത്രത്തിലെ പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ അജയും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിജയൊക്കെ തമ്മിൽ ഒരു തേങ്ങെറിയൽ മത്സരമാണ് അവിടെ നടക്കുന്നത്. അതായത് ഭൂമിജയുടെ പിന്നെ തോളത്തായിട്ട് നമ്മുടെ അജയ് ഒരു തേങ്ങ നാളികേരം ഇങ്ങനെ എറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ചീള് നമ്മുടെ ഭൂമിജയുടെ തോളത്ത് കൊണ്ടു. ഭൂമിജ വിട്ടുകൊടുക്കുമോ? ഭൂമിജ അപ്പം തന്നെ ഇടോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അജയാണ്. അതായത് ഒരു എന്നാ രാവിലെ എന്നെ പതുക്കെ നമ്പറിൽ ലിഫ്റ്റ് അടിച്ച് വന്ന് പറ്റിച്ചില്ലേ ആ ആൾ, അയ്യോ ഇയാളാണോ എന്ന രീതിയിൽ ഭൂമിജ ഇങ്ങനെ അന്തളിച്ച് നോക്കിയാണ്. ഈ സമയം നമ്മുടെ അജയ് നീയോ എന്ന രീതിയിൽ എൻ്റെ ഭൂമിജ പറഞ്ഞു അതെ ഞാൻ തന്നെ. എന്നിട്ട് പറഞ്ഞ് അതെ താൻ മനഃപൂർവ്വം എൻ്റെ തോളത്ത് ആ ചീളെറിഞ്ഞല്ലേ എന്ന്. അപ്പോൾ അജയ് പറയാം അതെ 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 ഞാൻ ഈ നാളികേരത്തിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പൊട്ടുമ്പോൾ ഒരു ചീള് ചെന്ന് നിൻ്റെ ദേഹത്ത് കൊള്ളട്ടെ എന്ന്. അങ്ങനെ രണ്ടും കൂടെ അവിടെ കിടന്നു ഒരു വല്ലാത്തൊരു കോമഡി പോലെയൊക്കെയുള്ള ഒരു തമാശയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഭൂമിജ ആ ഒരു നാളികേരം താഴ്ന്നെടുത്തിട്ട് അത് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഒറ്റ ഏറെറിയാണ്. എന്ന് വെച്ചാൽ അതിൽ നിന്നൊരു ചീള് തിരിച്ച് അജയുടെ ദേഹത്ത് കൊള്ളാൻ വേണ്ടി കറക്റ്റ് ഒരെണ്ണം കയറി കൊള്ളുകയും ചെയ്തു കേട്ടോ. അപ്പം പകരത്തിന് പകരമായല്ലോ, എന്നാൽ ശരി ഞാൻ പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പോവാണ്. പോയില്ല, അമ്പലത്തിൽ തന്നെ നിൽക്കണം കേട്ടോ നമ്മുടെ ഭൂമിജ. അവിടെ നിന്ന് മാറി. അപ്പോഴേക്കും തിരുവാഭരണങ്ങളൊക്കെ കൊണ്ടുവന്ന് തിരുമേനിമാരും മറ്റുള്ളവരൊക്കെ ചേർന്ന് വാദ്യമേളങ്ങളോട് കൂടി തന്നെ അമ്പലം വലം വെച്ച് ആ തിരുവാഭരണം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഒരു സംഘം ആൾക്കാർ ഈ തിരുവാഭരണം, അതായത് അമ്പലത്തിനകത്ത് തന്നെ ഉള്ള തിരുമേനിമാരുടെ പെട്ടവരൊക്കെയാണ്, വെളിയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ട്, പക്ഷേ തിരുമേനിമാരുടെ വേഷമൊക്കെ ധരിച്ചാണ് ഇവർ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും തിരക്കുള്ള സമയമുണ്ട്, ആരുടെയും ശ്രദ്ധയിൽ പെട്ടില്ല. അപ്പോൾ ഇവരുടെ കയ്യിൽ തോക്കും പിന്നെ കത്തിയും അങ്ങനെയൊക്കെയുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ലല്ലോ. അങ്ങനെ ഈ കുടുംബം എന്ന് പറയുന്നത്, നമ്മുടെ ഈ അമ്പലം എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് ഈ സൗഭാഗ്യപുരം തറവാട്ടുകാരാണ് കേട്ടോ. അവരുടെ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടത്തിപ്പൊക്കെ നടന്നു പോകുന്നത്. അപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര കഴിഞ്ഞ് ഈ തിരുവാഭരണം അമ്പലത്തിനകത്ത് ദേവിയുടെ ആ സന്നിധിയുടെ നേരെ എതിർവശത്തായിട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ ക്ഷേത്രത്തിനകത്ത് ഈ തറവാട്ടിലുള്ള ആൾക്കാർ മാത്രവും പിന്നെ തിരുമേനിമാർ മാത്രമാണ് കയറുക. അപ്പം മുത്തശ്ശി നമ്മുടെ സൗഭാഗ്യ അമ്മ കയറിയായിരുന്നു, പിന്നെ നമ്മുടെ സംഗീത ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ അജയും ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഭൂമിജ അവിടെ കിടന്ന് തിരുമേനി ഞാൻ ഒന്ന് അകത്ത് കയറിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ സൗഭാഗ്യമ്മ കാണുകയാണ്. അപ്പോൾ സൗഭാഗ്യമ്മ പറയും തിരുമേനി ആ കുട്ടിയെ ഇങ്ങ് കടത്തി വിട്ടോളൂ, അതെൻ്റെ ചെറുമോളാന്ന് പറഞ്ഞു. അപ്പോൾ ഭൂമിജയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഒരു ചെറുമോളായിട്ടൊക്കെ ഇത്രയും വലിയ കുടുംബക്കാർ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമല്ലേ. അങ്ങനെ ഭൂമിജ ഓടി വരേണ്ടിട്ട് അങ്ങനെ അവരെ കൂടെ നിന്ന് ആ സന്നിധാനത്തിൻ്റെ നേരെ നിന്നൊക്കെ തൊഴാനും ആ തിരുവാഭരണത്തിലൊക്കെ അനുഗ്രഹം മേടിക്കാനൊക്കെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞൊരു 4-5 കള്ളന്മാർ ഇവരങ്ങ് വളയാണ്, തോക്കും കത്തിയൊക്കെ കാണിച്ചിട്ട്. എന്നിട്ട് അവർ ആ അമ്പലത്തിൽ ഒരു സൈഡിൽ കൊണ്ട് ഇരുത്തുകയാണ്. അപ്പോഴേക്കും പോലീസും മറ്റ് സന്നാഹങ്ങളൊക്കെ എത്തുകയാണ് അമ്പലത്തിൻ്റെ പുറത്ത്. അപ്പം പോലീസുകാർ മൈക്കെടുത്തിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെങ്കിലും അവരെ വിട്ടയക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വളഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും ഇല്ലയെന്ന് പോലീസ് SI പറയാണ് കേട്ടോ. ഈ സമയം ഈ കള്ളന്മാരിൽ ഒരാൾക്ക് SIയുടെ നമ്പർ അറിയാം. അങ്ങനെ അയാളെ മൊബൈലിൽ വിളിച്ചിട്ട് പറയണം അതെ ഞങ്ങളാണ് ഈ കുടുംബക്കാരെ ഇവിടെ തറങ്കലിൽ ആക്കിയിരിക്കുന്നത്, ഭീഷണിപ്പെടുത്തി, അല്ലാണ്ട് അവർ ഞങ്ങളെ അല്ല. അതുകൊണ്ട് അവർക്കൊരു പോറൽ പോലും പറ്റണ്ട എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു വാൻ അറേഞ്ച് ചെയ്ത് തരണം, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെന്ന് പറയും. അപ്പോൾ ഈ പോലീസ് SI പറയും താനൊക്കെ എന്ത് കരുതി ഞങ്ങളെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നും കൂടെ പ്രലോഭിപ്പിക്കും ഈ കള്ളന്മാരെ. അപ്പോൾ ആ സമയത്ത് ഈ അതിലൊരാൾ പറയും, ഒരാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടുത്തെ ഒരു തിരുമേനിയുടെ മുഖത്ത് ഈ തോക്കിൻ്റെ ഒരു വശം കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ ഇടിക്കുകയാണ്. അപ്പോൾ അയാൾ കിടന്ന് അലറി വിളിക്കണം വേദനിച്ചിട്ട്. എന്നിട്ട് ഒരു തോക്ക് കൊണ്ട് ഒന്ന് ആകാശത്തോട്ടൊന്ന് ഷൂട്ട് ചെയ്യും കേട്ടോ. അപ്പം പോലീസുകാരെല്ലാം ഭയന്നുപോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇവർ ചെയ്തതാണോ. അപ്പോഴേക്കും അയാൾ പറയും ഞാൻ ഇതുവരെ ആരെയും ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങൾ ഭയപ്പെട്ടു അല്ലേ എന്ന് SIയുടെ അടുത്ത് ചോദിക്കുക. അതെ അവരെ ഒന്നും ചെയ്യരുത്, നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരാമെന്ന് ഈ പോലീസുകാരൻ പറയണം. അങ്ങനെ ഇത്രയും പോലീസുകാരൻ നിൽക്കുകയാണ്. കാരണം ഇവർ ഇത്രയും
കുടുംബക്കാരെ ഇങ്ങനെ കൊല്ലും എന്ന് പറയുമ്പോൾ പിന്നെ അവർക്കും പെട്ടെന്ന് സഡൻ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ പോലീസുകാർ പറഞ്ഞ് കിഴക്ക് ഭാഗത്തൊരു വാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതിൽ പൊക്കോളാൻ. അങ്ങനെ ഇവരെ തോക്ക് ചൂണ്ടി അമ്പലത്തിന് വെളിയിലിറക്കും, ഈ കുടുംബക്കാർ. എന്നിട്ട് ഈ കള്ളന്മാർ തോക്കും വെച്ച് ഇവരെ നേരെ ആ വാനിനകത്തോട്ട് കയറ്റണം. അപ്പോൾ അതിൽ നമ്മുടെ ഭൂമിജയുണ്ട്, സൗഭാഗ്യമ്മയുണ്ട്, പിന്നെ സംഗീതയുണ്ട്, അജയുണ്ട്. അജയിനെ കണ്ടപ്പോഴാണ് ഈ പോലീസുകാർ ഓർക്കണത് ഇത് നമ്മുടെ സി എ ആയിട്ട് ഉള്ള ആളല്ലേ എന്നുള്ളതൊക്കെ. കാരണം അയാൾക്ക് മനസ്സിലായി ഇത് സി എ ആണെന്നുള്ളത്. അപ്പോഴാണ് ഇവർ ഈ വാനിനകത്തോട്ട് ഈ കുടുംബക്കാരെയൊക്കെ തോക്ക് ചൂണ്ടി അകത്ത് കയറ്റി കഴിയണതും ഈ അജയ് അകത്ത് നിന്നുകൊണ്ട് ഒരൊറ്റ ഇടി ഒരുത്തനെ, അതായത് ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാളെ അവൻ വന്ന് തെറിച്ചങ്ങ് വീഴണം കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ പൊരിഞ്ഞടിയാണ്. അജയ് സാറിൻ്റെ നല്ല തുടക്കം എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കുമോ, ഒരു പോലീസുകാരനല്ലേ, അതിൻ്റേതായ ഒരു ഇത് കാണിക്കണ്ടേ. അങ്ങനെ യവന്മാരൊക്കെ അടിച്ച് ഒതുക്കണം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഭൂമിജ ഇറങ്ങി വാട എല്ലാവന്മാരും എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ കാരണത്തിട്ട് ഒരൊറ്റ കീറം കൊടുക്കാൻ കേട്ടോ. അപ്പോഴേക്കും പുറകിൽ നിന്ന് വേറൊരു ഗുണ്ടാ സംഘത്തിലുള്ള ഒരാൾ ഒരു വടി കൊണ്ട് നമ്മുടെ ഭൂമിജയുടെ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ഭൂമിജ അവിടെ കുഴഞ്ഞ് വീഴാണ്. പിന്നെ കാണിക്കുന്ന സീന് വേറൊന്നുമില്ല, നമ്മുടെ ഭൂമിജ വീട്ടിൽ മയങ്ങി കിടക്കുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും തൊട്ടരികിൽ തന്നെ ഉണ്ടായിരുന്നു. ആരൊക്കെ, നമ്മുടെ അംബികയും അച്ചുവും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്ത് പറ്റിയെന്ന്. അപ്പോഴാണ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് നമ്മുടെ ഭൂമിജ എഴുന്നേറ്റിട്ട് അച്ഛനും അമ്മയും നിന്നപ്പം പറഞ്ഞ് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന്. അതായത് ഒരു 5 വയസ്സുള്ള ആൺകുട്ടിയും ഒരു 3-4 വയസ്സുള്ള 2 ഒരേപോലത്തെ പെൺകുട്ടികളെയും കൊണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ്. രണ്ടുപേരും ഒരേപോലെയുള്ള ലോക്കറ്റാണ് ഈ പെൺകുട്ടികൾ ധരിച്ചിരിക്കുന്നത്. അപ്പം ഈ പയ്യനെന്ന് പറയുന്നത് ഈ 2 പെൺകുട്ടികളുടെയും മുറച്ചെറുക്കനാണ്. അപ്പോൾ ആ പയ്യൻ പറയും, എന്നോട് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് വലുതാകുമ്പോൾ നിങ്ങളിൽ ഒരാളെ ഞാൻ വിവാഹം കഴിക്കണമെന്നാണ്. അപ്പോൾ അതിലൊരു പെൺകുട്ടി ചോദിക്കും, ചേട്ടൻ ആരെയാണ് വിവാഹം കഴിക്കുക? അത് ഞാൻ വലുതാകട്ടെ എന്നിട്ട് പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വപ്നമാണ് നമ്മുടെ ഭൂമിജ കണ്ടുകൊണ്ട് കണ്ണ് തുറക്കണത്. അങ്ങനെ എഴുന്നേറ്റ് വന്ന എൻ്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഈ സ്വപ്നത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവർ രണ്ടുപേരും മുഖം വാടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് ഭൂമിജ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറി എനിക്ക് പോകാൻ സമയമായി എന്നൊക്കെ പറഞ്ഞ് റെഡിയാവാനായിട്ടൊക്കെ പോകണം. തലയ്ക്കൊരു വേദനയൊക്കെ ഉണ്ട്. അല്ലമ്മ ഞാനിവിടെ എങ്ങനെ എത്തി? അത് അമ്പലത്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന് ഈ ഐറ്റം ഇറക്കിയെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ചിരിക്കും കേട്ടോ. എന്നിട്ട് ഭൂമിജ അവിടെ നിന്ന് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അച്യുതനും അംബികയും കൂടെ പറയുമ്പോൾ എന്താ അംബികയെ അവൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടതെന്ന് അച്യുതൻ ചോദിക്കുകയാണ്. അതായത് വേറെന്തോ ഒരു സസ്പെൻസ് ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. കാര്യം വേറൊന്നുമല്ല, ഈ ഭൂമിജ ഇവരുടെ സ്വന്തം മകളല്ല എന്നൊരു തോന്നൽ. അപ്പോൾ അച്യുതനും അംബികയ്ക്കും ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ട്. എന്താണ് ഏതാണ് ഇവൾ എന്തുകൊണ്ട് ഇങ്ങനെ സ്വപ്നം കണ്ടു, നമ്മളെ വിട്ടിട്ട് പോകുമോ എന്നൊക്കെ ഉള്ളൊരു ഭയവും പേടിയൊക്കെ വരുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരത്ത് നമ്മുടെ സൗഭാഗ്യ അമ്മയും അതുപോലെ തന്നെ സംഗീതയും അതുപോലെ അജയൊക്കെ തിരിച്ച് പറയണം. എന്നിട്ട് മുത്തശ്ശി ചെറുമോൻ്റെ വീരസാഹസികതയൊക്കെ നമ്മുടെ മാധവൻ്റെ അടുത്ത് പറയണം, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, നീ അത് കേൾക്കണമെന്നും പറഞ്ഞു. അപ്പോൾ മാധവൻ പറഞ്ഞു, എനിക്ക് കമ്പനി പോകാൻ ഞാൻ ഇറങ്ങിയതാ അമ്മയെന്ന് പറയും. എന്ത് കമ്പനി? ഇത് കേട്ടിട്ട് നീ പോയാൽ മതിയെന്നും പറഞ്ഞ് സൗഭാഗ്യമ്മ മാധവനെയും കൂട്ടി അകത്ത് ചെന്നിട്ട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഭവാനി ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഭവാനി ഇതൊക്കെ കേട്ട് നിന്നിട്ട് ഇങ്ങനെ കേട്ട് അവിടെ അവരുടെ അടുത്ത് നിന്നപ്പോൾ നമ്മുടെ അജയ് പറയും, എൻ്റെ റോൾ മോഡൽ എന്ന് പറയണത് സത്യദാസ് വലിയച്ഛനാണ്. അതായത് മൂത്ത ആൾ, ഈ സൗഭാഗ്യ അമ്മയുടെ മൂത്ത മകനാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഭവാനി ഉടൻ തന്നെ പറയും, അതെ അതെ നിൻ്റെ മൂത്ത വലിയച്ഛൻ ഏറ്റവും നല്ല പ്രഗത്ഭനും സത്യസന്ധനുമായ ഒരു പോലീസുകാരൻ തന്നെയായിരുന്നു. ആ പോലീസുകാരൻ ആരെയാണ് കൊന്നത്? ആരെയാണ് കൊന്നത്? നീതി പാലിക്കാൻ വേണ്ടി ആരെയാണ് കൊന്നതെന്ന് ഇങ്ങനെ ഭവാനി ചോദിക്കുകയാണ്. ഇനി നിനക്ക് ആരെയാണ് അജയെ കൊല്ലേണ്ടത്? എൻ്റെ മോളെയാണോ അത് എന്നെയാണോ? ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഈ കുടുംബത്തിൽ നിന്നും ഞങ്ങളെ രണ്ടുപേരും നിങ്ങൾ വേരോടെ പിഴുതു മാറ്റുക എന്നൊക്കെ ഒരു തരം വാശിയും ദേഷ്യത്തോടു കൂടി ഭവാനി എല്ലാവരും മുമ്പിലും വെച്ച് സംസാരിക്കുകയാണ്. അതായത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ഭവാനിയുടെ ഹസ്ബൻഡായ ഈ സൗഭാഗ്യമ്മയുടെ 3ാമത്തെ മകനാണ് സാഗർ. സാഗറിനെ കൊന്നത് സത്യദാസാണ്. സത്യദാസ് ഒരു പോലീസുകാരനായിരുന്നു. അപ്പോൾ സാഗർ എന്തോ ഒരു ഇതൊക്കെ ചെയ്ത് അങ്ങനെ എന്തോ മരണപ്പെട്ടതാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ദേഷ്യമാണ് ഈ ഭവാനി എപ്പോഴും ഈ കുടുംബത്തോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ അജയും അതുപോലെ മുത്തശ്ശിയൊന്നും ഒന്നും മിണ്ടാനായിട്ട് നിന്നില്ല. മാധവനും മിണ്ടില്ല, സംഗീതയും മിണ്ടാണ്ട് തന്നെ നിന്നു. എന്നിട്ട് ഭവാനി കയറി റൂമിലോട്ട് പോകണം കേട്ടോ. ആ ഒരു സീനൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് കാണിക്കുന്നത്
നമ്മുടെ ഭൂമിജ ക്ലാസ്സിന് വേണ്ടി പോവാണ്, പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അച്ഛൻ്റെ ചായ കുടിയൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് കൺട്രോൾ ചെയ്യിപ്പിച്ചിട്ടാണ് പോണത്. കാരണം ഓവറായിട്ട് ചായ കൊടുക്കണ്ട, കാരണം അത്ര കെയറിങ് ആണ് അംബികയുടെ അച്ഛൻ്റെയൊക്കെ കാര്യത്തിൽ ഭൂമിജ. ഒരു അച്ഛനെയും അമ്മയും ആയിട്ട് മാത്രമല്ല കരുതണം, മക്കളെ പോലെയാണ്. മകള് അച്ഛനെയും അമ്മയും മക്കളെ പോലെ കരുതുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്നത്. അവരുടെ ആ ഒരു ചെറിയ ലോകം അതിൻ്റേതായ രീതിയിൽ അങ്ങനെയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അജയ് CA പുതിയ സ്റ്റേഷനിലോട്ട് 28ാമത്തെ ട്രാൻസ്ഫറിന് ശേഷം ജോയിൻ ചെയ്യാൻ വരികയാണ്. അപ്പോൾ ഈ സ്റ്റേഷനിലെ SIയും മറ്റുമൊക്കെ അജയെ സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ഭൂമിജയുടെ ടീ ഷോപ്പ്. അപ്പോൾ ഭൂമിജ വരുമ്പോഴത്തേക്കും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എല്ലാവരും നമ്മുടെ പുതിയ CA വരുന്നുണ്ട്, അപ്പം പുള്ളിയെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സീനോടുകൂടി കാണിക്കുന്നത്. അപ്പോൾ അജയ് വന്ന് ഇറങ്ങുന്ന സീനൊന്നും കാണിക്കുന്നില്ല. ആ ഒരു സീനോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി നാളെ നമ്മുടെ CA പിന്നെ പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഭൂമിജ കാണുകയാണ്, CA ആരാണെന്നൊക്കെ അറിയുകയാണ്. ആ സീനും കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇവർ വിവാഹിതരായാൽ സ്റ്റോറി നല്ല അടിപൊളിയായിട്ടൊക്കെ പോകുന്നുണ്ടല്ലേ. നമ്മൾ ഓരോ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ ഈ സീരിയൽ നമ്മളെ കണ്ട് ഒന്ന് തുടക്കത്തിൽ തന്നെ കണ്ടുപോയാൽ അതിൻ്റെ ഒരു ഇതുള്ളൂ അല്ലേ. അപ്പോൾ നമ്മുടെ പ്രൊമോസ് രാവിലെ തന്നെ ഇടുന്നുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോ ഒന്ന് കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക. പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാണ്ടുണ്ടെങ്കിൽ ഒന്ന് വ്യക്തമാക്കി കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാലും നമുക്ക് അടുത്ത പ്രാവശ്യം പറയുമ്പോൾ അത് ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഏഷ്യാനെറ്റ് വരുന്ന സീരിയലാണ് ഇവർ വിവാഹിതരായാൽ. ഇന്നലെ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, ലൈക്ക് അടിക്കുക. പുതുതായിട്ട് നമ്മുടെ ചാനൽ വരുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ പരമ്പര ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.